ഹായ്, ഏവർക്കും ആൽബിൻസ് മാത്തമെറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ ആദ്യ 3 എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ 4ാമത്തെ എപ്പിസോഡ് കാണുക. കാരണം കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ചയാണ് ഈ എപ്പിസോഡ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആകുന്നത് എപ്പോഴാണ്? എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഓർക്കണം, ഓർത്താൽ നന്ന്, മറക്കരുത്. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എ. അതർവൈസ് ദ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി എന്താണ്? ഡിസ്കണ്ടിന്യൂസ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകണമെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. അല്ലേ, ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള അതിൻ്റെ എല്ലാ പോയിന്റിലും, ഡൊമൈനിലുള്ള എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയും. കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ ഇന്നത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്തു. ഈ ക്ലാസ്സിൽ ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിരിക്കും, എന്നിട്ട് ആ ഫംഗ്ഷനിലുള്ള ചില അൺനോൺസിൻ്റെ വാല്യൂ കണ്ടെത്തുക. വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിനേഷന് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ തുടങ്ങാം. റെഡിയല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാല്യൂ ഓഫ് കെ ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 3 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 ഈസ് കണ്ടിന്യൂസ്. ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എന്താണ് ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ? കെയുടെ വാല്യൂ എന്താണ്? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ 2 എന്ന് പറയുന്ന പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ 2 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. എഫ് ഓഫ് എയുടെ, അതായത് എഫ് ഓഫ് 2ന്റെ വാല്യൂയും ഈക്വൽ ആയിരിക്കും. അതായത് ഈ ഫംഗ്ഷൻ 2വിൽ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? എഫ് ഓഫ് 2. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കാണണം? ലിമിറ്റ് കാണാം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്കറിയാം, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എഫ് ഓഫ് എക്സ് കാണണം. പ്രശ്നമാണ്. 2 എന്ന് പറയുന്ന പോയിന്റ് ലെസ് ദാൻ വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇത്, ഗ്രേറ്റർ ദാൻ വരുമ്പോൾ ഇത്, രണ്ട് വ്യത്യസ്ത സ്വഭാവം. സോ വി ഹാവ് ടു ഫൈൻഡ് ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. സോ ലെഫ്റ്റ് ലിമിറ്റ് ആദ്യം കാണുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2. ലെഫ്റ്റ് ലിമിറ്റ് വരുമ്പോൾ ലെസ് ദാൻ വരുന്ന വാല്യൂ, ലെസ് ദാൻ വരുന്ന ഫംഗ്ഷൻ എന്താണ് ഇവിടെ? കെ എക്സ് സ്ക്വയർ. എക്സ് ലെസ് ദാൻ 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് കെ എക്സ് സ്ക്വയർ. കഴിഞ്ഞു. എക്സിന് 2 കൊടുക്കുക. എന്ത് കിട്ടി? 2 സ്ക്വയർ 4. 4 ഇൻറ്റു കെ 4k. Next we have to find right limit. Limit extending to 2 plus f of x equal to limit extending to 2 right limit greater than 2. Greater than 2 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെ 3. കോൺസ്റ്റന്റ് വന്നാൽ ആ കോൺസ്റ്റന്റ് തന്നെയാണ് ലിമിറ്റിന്റെ വാല്യൂ. ലെഫ്റ്റ് ലിമിറ്റ് 4k, റൈറ്റ് ലിമിറ്റ് എന്ത് കിട്ടി? 3. ഹിയർ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് എവരിവെയർ, 2വിലും കണ്ടിന്യൂസ്. സിൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2, since f of x is continuous at x equal to 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 2 എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? 2 എന്ന് പറയുന്ന പോയിന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. Therefore, what is the conclusion? ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. 4k ഈക്വൽ ടു 3. പണി തീർന്നു. എന്താണ്? k ഈക്വൽ ടു 3/4. അതായത് ഇവിടെ kക്ക് 3/4 കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. വളരെ സിമ്പിൾ അല്ലേ? വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാല്യൂ ഓഫ് k ഇഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു kx plus 1 when x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, 3x minus 5 when x greater than 5 ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 5. x ഈക്വൽ ടു 5 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ 5 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ 5 എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ശരിയല്ലേ? അപ്പോൾ ആ ലിമിറ്റ് നമുക്ക് ആദ്യം കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 5 എഫ് ഓഫ് എക്സ്. പക്ഷേ 5 എന്ന് പറയുന്ന പോയിന്റിൽ ലെസ് ദാൻ വരുമ്പോൾ ഇതാണ്, ഗ്രേറ്റർ ദാൻ വേറെ വാല്യൂ ആണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. So limit extending to 5 minus f of x equal to limit extending to 5
5 മൈനസ് 5ന്റെ ലെഫ്റ്റ് ലിമിറ്റ് ലെസ് ദാൻ 5 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ kx plus 1 ഈക്വൽ ടു എക്സിന് 5 കൊടുത്താൽ എന്ത് കിട്ടും 5k plus 1. നെക്സ്റ്റ് we have to find right limit. Limit extending to 5 plus f of x equal to limit extending to 5 റൈറ്റ് ലിമിറ്റ് ഗ്രേറ്റർ ദാൻ 5 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 3x minus 5 ഈക്വൽ ടു എക്സിന് 5 കൊടുക്കുക 15 minus 5 that is equal to 10. വെരി സിമ്പിൾ. സിൻസ് f of x is continuous at x equal to 5 5 will continuous അല്ലേ എങ്കിൽ എന്ത് ചെയ്യും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു എന്തായിരിക്കും റൈറ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും ഈക്വൽ. Therefore ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. That is 5k equal to എന്ത് കിട്ടി 10 minus 1 9. Therefore k equal to 9/5 എന്ന് കിട്ടി. കഴിഞ്ഞില്ലേ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് വാല്യൂ ഓഫ് k if f of x equal to kx plus 1 comma x less than or equal to pi cos x if x greater than pi is continuous at x equal to pi. pi എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് k? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. അഗൈൻ ഈ ഫംഗ്ഷൻ പൈ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. സോ വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പൈ എഫ് ഓഫ് എക്സ് കാണണം. വീണ്ടും ആസ് യൂഷ്വൽ പൈ എന്ന് പറയുന്ന പോയിന്റിൽ ലെഫ്റ്റും റൈറ്റും സെപ്പറേറ്റ് ചെയ്ത് പോകുന്നു. സോ വി ഹാവ് ടു ഫൈൻഡ് ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പൈ ലെഫ്റ്റ് ലിമിറ്റ് ലെസ് ദാൻ വരുമ്പോൾ കെ എക്സ് പ്ലസ് 1 നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഈക്വൽ ടു എക്സിന് പൈ കൊടുത്താൽ എന്ത് കിട്ടും k pi plus 1. Next we have to find right limit. Limit extending to pi plus f of x equal to limit extending to pi റൈറ്റ് ലിമിറ്റ് വരുമ്പോൾ ഗ്രേറ്റർ ദാൻ പൈ വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എഴുതണം cos x. that is equal to എക്സിന് പൈ കൊടുത്താൽ cos pi. cos pi എന്ന് പറഞ്ഞാൽ എന്താണ് -1 അറിയണം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ കൊടുത്താൽ മതി, പരിപാടി കഴിഞ്ഞു. സോ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കിട്ടി. സിൻസ് f of x is continuous at x equal to pi. x equal to pi യിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എങ്കിൽ എന്താണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും at x equal to pi. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. Therefore എന്ത് കിട്ടി k pi plus 1 അതല്ലേ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ദാറ്റ് ഈസ് -1. k pi ഈക്വൽ ടു +1 അപ്പോൾ -1 -1 എന്ത് കിട്ടും -2. Therefore what is the value of k? k ഈക്വൽ ടു -2/pi. ശരിയല്ലേ? k യുടെ വാല്യൂ എന്താണ് -2/pi ആകുമ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു pi ആകും. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് വാല്യൂ ഓഫ് k if f of x is continuous at x equal to 0, where f of x equal to k into x square plus x plus 1 when x less than 0, cos x when x greater than or equal to 0. ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളാണ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ലിമിറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 f of x. 0 എന്ന് പറയുന്ന പോയിന്റിൽ ലെസ് ദാൻ വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇതും, ഗ്രേറ്റർ ദാൻ വരുമ്പോൾ വേറൊരു വാല്യൂമാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. സോ ലെഫ്റ്റ് ലിമിറ്റ് കാണുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 ചെറുത് ലെസ് ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ k ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. എക്സിന് എന്ത് കൊടുക്കുക 0. അപ്പോൾ ഇത് 0 + 1 1 ഇൻറ്റു k എന്ത് കിട്ടി k. Next we have to find right limit. Limit extending to 0 plus f of x equal to limit extending to 0. Right limit 0 വലുത് greater than 0 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ cos x equal to cos 0 that is 1. This function is continuous at x equal to 0. Therefore limit extending to 0 f of x എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ 0 എന്ന പോയിന്റിലുള്ള ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്തെഴുതണം? സിൻസ് f of x is continuous at x equal to 0, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. Therefore k ഈക്വൽ ടു 1. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വെരി സിമ്പിൾ. 3 മാർക്സ് ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. Next question, find value of k if f of x is continuous at x equal to pi by 2, where f of x equal to
k cos x by pi minus 2x when x not equal to pi by 2 and 3 when x equal to pi by 2. അപ്പോൾ നമുക്ക് എന്ത് കാണണം? കെയുടെ വാല്യൂ കാണണം. ഈ ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു പൈ ബൈ ടു എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പൈ ബൈ ടു എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പൈ ബൈ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു പൈ ബൈ ടു. എന്താണ് എഫ് ഓഫ് എക്സ്? എക്സ് ടെൻഡിങ് ടു പൈ ബൈ ടു മീൻസ് എക്സ് നോട്ട് ഈക്വൽ ടു പൈ ബൈ ടു. എക്സ് നോട്ട് ഈക്വൽ ടു പൈ ബൈ ടു ആകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? കെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് 2x. ഇവിടെ ലെഫ്റ്റും റൈറ്റും കാണേണ്ട ആവശ്യമില്ല. ലെസ് ദാൻ 0 ആയാലും ഗ്രേറ്റർ ദാൻ 0 ആയാലും നോട്ട് ഈക്വൽ ടു എന്ന മീനിങ് ആണ്. ആ കേസിൽ ഫംഗ്ഷൻ ഒറ്റ വാല്യൂ ഉള്ളൂ. ആ വാല്യൂ മാത്രം ഇവിടെ കൊടുത്താൽ മതി. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും കാണണ്ട, നിങ്ങൾക്കറിയാം. ഓക്കെ, സോ ലിമിറ്റ് കാണണം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ എക്സിന് എന്ത് കൊടുക്കും? ആ പോയിന്റ് പൈ ബൈ 2 കൊടുക്കും. എന്ത് സംഭവിക്കും? ന്യൂമറേറ്റർ പൈ ബൈ 2 ഇവിടെ കൊടുത്താൽ കോസ് 90. കോസ് 90 എന്താണ്? 0. അപ്പൊ മേളിൽ 0. താഴെ എക്സിന് പൈ ബൈ 2 കൊടുത്താൽ എന്ത് സംഭവിക്കും? പൈ ബൈ 2 ക്യാൻസൽ ചെയ്താൽ പൈ മൈനസ് പൈ എന്ത് കിട്ടി? 0/0 ഫോം കിട്ടി, വിച്ച് ഈസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. സോ വി ഹാവ് ടു സിംപ്ലിഫൈ ദിസ് ഫംഗ്ഷൻ. എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ നടക്കുമോ? ട്രിഗണോമെട്രി ഫോർമുല നടക്കുമോ? ഒരു കോസ് എക്സ് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ കേസിൽ നമുക്കറിയാം, കഴിഞ്ഞ വർഷം പഠിച്ചു, ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് വന്നാൽ ആൻസർ എന്താണ്? 1 എന്നറിയാം. ആ ലിമിറ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ നോക്കണം. അത് അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സ് ടെൻഡിങ് ടു എന്തായിരിക്കണം? 0. ലിമിറ്റ് ടെൻഡിങ് ടു 0 ആവണം. എനിക്കപ്പോൾ ഇവിടെ ലിമിറ്റ് ടെൻഡിങ് ടു 0 ആക്കണം. അതിനുവേണ്ടി ഞാനൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. കുറച്ച് പണിയുണ്ട്. ഇതിന് സമാനമായ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ കൊടുക്കുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ, ഈ എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ വരും പൈ ബൈ 2 മൈനസ് എക്സ്. പൈ ബൈ 2 മൈനസ് എക്സിന് വൈ എന്ന് കൊടുക്കുന്നു. ലെറ്റ് വൈ ഈക്വൽ ടു എന്താണ്? ഇത് ടെൻഡിങ് ടു 0 ആക്കണമെങ്കിൽ ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് അത് വൈ എന്ന് കൊടുത്താൽ മതി. അതാണ് സംഗതി. സോ പൈ ബൈ 2 മൈനസ് എക്സ് ഈക്വൽ ടു വൈ. ഇതിനകത്ത് നിന്ന് എക്സിന്റെ വാല്യൂടെ കണ്ടുപിടിച്ച് വെക്കുക, ഉപകാരപ്പെടും. പൈ ബൈ 2 പ്ലസ് വൈ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് വൈ ഈക്വൽ ടു എന്ത് കിട്ടി? എക്സ് എന്ന് കിട്ടി. നെക്സ്റ്റ്, വെൻ എക്സ് ടെൻഡിങ് ടു പൈ ബൈ 2, എക്സ് പൈ ബൈ 2ലേക്ക് പോകുമ്പോൾ വൈയുടെ വാല്യൂ എന്തെന്ന് കണ്ടെത്തണം. കാരണം ഇതിനെ കംപ്ലീറ്റ് ഞാൻ വൈയിലോട്ട് മാറ്റണം. അപ്പൊ ലിമിറ്റ് വൈയിലോട്ട് മാറ്റണം. അപ്പൊ എക്സ് പൈ ബൈ 2ലേക്ക് പോകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ്? വെരി സിമ്പിൾ. ഇത് ഇവിടെ കൊടുത്താൽ മതി. എക്സിന് എന്ത് കൊടുക്കുക? പൈ ബൈ 2. ഇവിടെ കൊടുത്താൽ പൈ ബൈ 2 മൈനസ് പൈ ബൈ 2. വൈ ടെൻഡിങ് ടു എന്ത് കിട്ടി? 0. നേരെ ഇവിടെ വരിക, ഈക്വൽ ടു ലിമിറ്റ് വൈ ടെൻഡിങ് ടു 0. എക്സ് ടെൻഡിങ് ടു പൈ ബൈ 2 ആകുമ്പോൾ വൈ ടെൻഡിങ് ടു 0. കംപ്ലീറ്റ് വൈയിലോട്ട് മാറ്റുന്നു. കെ ഇൻറ്റു കോസ് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക? പൈ ബൈ 2 മൈനസ് വൈ ഡിവൈഡഡ് ബൈ എന്താണ്? പൈ മൈനസ് 2x വാല്യൂ. അതും ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ എളുപ്പമാണ്. ഈ ആദ്യത്തെ ഇക്വേഷൻ ഒരു 2 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? പൈ മൈനസ് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ഈച്ച് ടേമിനെ. പൈ മൈനസ് ഇവിടെ മൾട്ടിപ്ലൈ 2x ഈക്വൽ ടു എന്ത് കിട്ടി? 2y. ഇവിടെ കിട്ടിയായിരുന്നോ? ഫസ്റ്റ് അസ്യൂം ചെയ്ത ടേമിനെ ഈച്ച് ടേമിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പൈ മൈനസ് 2x ഈക്വൽ ടു എന്ത് കിട്ടി? 2y. ദാറ്റ് മീൻസ് ഈ പൈ മൈനസ് 2x പ്ലേസിൽ എനിക്ക് എന്ത് കൊടുത്താൽ മതി? 2y കൊടുത്താൽ മതി. ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് y ടെൻഡിങ് ടു 0 k by 2 അല്ലേ? ഞാൻ എന്താണ് k by 2 കോൺസ്റ്റന്റ്, അത് ഇനി പുറത്തെടുക്കുന്നു. കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുക്കാമെന്ന് അറിയാമല്ലോ. ലിമിറ്റ് y ടെൻഡിങ് ടു 0 കഴിഞ്ഞു. cos 90 മൈനസ് തീറ്റ ദാറ്റ് ഈസ് സൈൻ y. cos 90 മൈനസ് y സൈൻ y. റിഡക്ഷൻ ഫോർമുല ബൈ താഴെ എന്തുണ്ട്? y. ഞാൻ എന്താ ചെയ്തത്? k by 2 കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ലിമിറ്റ് y ടെൻഡിങ് ടു 0 cos 90 മൈനസ് y സൈൻ y ബൈ y. ഇതിന്റെ വാല്യൂ എന്താണ്? നിങ്ങൾക്കറിയാം. ഈ ഐഡന്റിറ്റി യൂസ് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. സോ 1 ഇൻറ്റു k by 2 എന്ത് കിട്ടി? k by 2. നമുക്ക് ലിമിറ്റ് എന്ത് കിട്ടി? k by 2. ഇനി f ഓഫ് പൈ ബൈ 2 എന്താണ്? f ഓഫ് പൈ ബൈ 2 x ഈക്വൽ ടു പൈ ബൈ 2 ആകുമ്പോൾ f ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? 3. സിൻസ് f ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്, സിൻസ് f of x is continuous at x equal to pi by 2. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് the function is continuous at x equal to pi by 2. therefore നമുക്കറിയാം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു pi by 2 f of x ഉം f of a അതായത് f of pi by 2 ഉം ഈക്വൽ ആയിരിക്കും. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ എഫ് ഓഫ് എയുടെ വാല്യൂ ഈക്വൽ ആയിരിക്കും. അത് തന്നെയാണ് ഐഡിയ. therefore ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു pi by 2 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇപ്പൊ കിട്ടി. എന്താണ്? k by 2. ദിറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ എഫ് ഓഫ് pi by 2. എഫ് ഓഫ് pi by 2 ന്റെ വാല്യൂ എന്താണ്? 3. സോ കോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ k ഈക്വൽ ടു 2 ഇൻറ്റു 3 എന്ത് കിട്ടും? 6. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ, ചെറിയ സിംപ്ലിഫിക്കേഷൻ വരുന്നു. അത് മാത്രമാണ് പ്രശ്നം. അത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Find relationship between a and b if f of x is continuous at x equal to 3, where f of x equal to
ax plus 1 when x less than or equal to 3, bx plus 3 when x greater than 3. Another higher secondary question. ഈ സെഷനിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ ചോദിക്കും. ഓക്കെ, അത് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ 3യിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. സോ വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 3 എഫ് ഓഫ് എക്സ് അല്ലേ. എക്സ് ഈക്വൽ ടു 3 എന്ന് പറയും ലെസ് ദാൻ വരുമ്പോൾ, ഇത് ഗ്രേറ്റർ ദാൻ വരുമ്പോൾ വേറൊരു ഫംഗ്ഷൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. സോ ലിമിറ്റ് എക്സ് ടെൻഡിങ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് that is equal to limit extending to 3 left limit 3 യുടെ ലെഫ്റ്റ് ലിമിറ്റ് 3 യേക്കാളും ചെറുത് ലെസ് ദാൻ 3 വരുമ്പോൾ ഫംഗ്ഷൻ ax plus 1. എക്സിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? 3 കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? 3a plus 1. ശരിയല്ലേ? നെക്സ്റ്റ് we have to find right limit extending to 3 plus f of x equal to limit extending to 3 right limit 3 യേക്കാളും വലുത്. അപ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ bx plus 3. again x ന് എന്ത് കൊടുക്കുക? 3 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? 3b plus 3. since f of x is continuous at x equal to 3, എന്ത് എക്സിസ്റ്റ് ചെയ്യും? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. therefore ലെഫ്റ്റ് ലിമിറ്റ് 3a plus 1 ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് എന്താണ്? 3b plus 3. എയും ബി ഒരു സൈഡ് കൊണ്ടുപോവാ. 3a minus 3b ഈക്വൽ ടു ഇതപ്പുറത്ത് പോകുമ്പോൾ 3 minus 1 2 വിച്ച് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇവിടെ ഒരു ഇക്വേഷനെ കിട്ടുന്നുള്ളൂ, അതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് എഴുതുക. വേണമെങ്കിൽ എന്താണ് ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ a minus b ഈക്വൽ ടു 2/3 എന്നൊക്കെ എഴുതാം. എൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ചെയ്തു നോക്കുക. ഇതിന് സമാനമായി ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 when x less than or equal to 2, ax plus b when 2 less than x less than 10 and 21 when x greater than or equal to 10. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ എന്താണ്? ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് എങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്ത്? അതാണ് ക്വസ്റ്റ്യൻ. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ ഇൻ ഇറ്റ്സ് ഡൊമൈൻ. ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന എല്ലാ പോയിന്റിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയുന്ന പോയിന്റിലും കണ്ടിന്യൂസ് ആണ്, 10 എന്ന് പറയുന്ന പോയിന്റിലും കണ്ടിന്യൂസ് ആണ്. സോ 2 എന്ന് പറയുന്ന പോയിന്റിലും 10 എന്ന് പറയുന്ന പോയിന്റിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റുകളിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്ക് ഈക്വൽ ആയിരിക്കുകയും ചെയ്യും. ഈ കണ്ടീഷൻ യൂസ് ചെയ്ത് നമുക്ക് 2 ഇക്വേഷൻ ഫോം ചെയ്യണം. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഐഡിയ, പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എഫ് ഓഫ് എക്സ്. അതിനുവേണ്ടി ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് കാണുന്നു. എനിക്ക് ആദ്യം ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എഫ് ഓഫ് എക്സ് കാണണം. അതിനുവേണ്ടി ലെഫ്റ്റ് ലിമിറ്റ് കാണേണ്ടി വരുന്നു. കാരണം എക്സ് ലെസ് ദാൻ 2 വരുമ്പോൾ 5, ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ എ എക്സ് പ്ലസ് ബി വേറൊരു ഫംഗ്ഷൻ ആണ്, സെപ്പറേറ്റ് ചെയ്യുന്നത് അല്ലേ. 2 ഡിഫറൻറ്റ് വാല്യൂസ് ആയതുകൊണ്ട് ലെഫ്റ്റും റൈറ്റും കാണണം. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 ലെഫ്റ്റ് ലിമിറ്റ് വരുമ്പോൾ എക്സ് ലെസ് ദാൻ 2 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 5. സോ ആൻസർ എന്ത് തന്നെയാണ്? 5. നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 റൈറ്റ് ലിമിറ്റ് വരുമ്പോൾ 2നേക്കാളും വലുത് ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു എന്ത് കിട്ടും? എക്സിന് 2 കൊടുക്കുക, 2a പ്ലസ് ബി. ഞാൻ താഴെ എഴുതുന്നതായിരിക്കും ബെറ്റർ. ഈക്വൽ ടു 2a പ്ലസ് ബി. കിട്ടിക്കഴിഞ്ഞു. നമുക്കറിയാം ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. therefore ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 2 എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ. ദാറ്റ് ഈസ് 2a പ്ലസ് ബി ഈക്വൽ ടു 5 എന്ന് ഒറ്റ സ്റ്റെപ്പിൽ എഴുതി കൂടെ എഴുതാം. ഇക്വേഷൻ നമ്പർ 1. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 10 എഫ് ഓഫ് എക്സ്. അതിനുവേണ്ടി അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കാണണം. റീസൺ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 10ന്റെ ലെഫ്റ്റ് ലിമിറ്റ് ലെസ് ദാൻ 10 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എ എക്സ് പ്ലസ് ബി. എക്സിന് എന്ത് കൊടുക്കുക? 10 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടി? 10a പ്ലസ് എന്താണ്? ബി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് റൈറ്റ് ലിമിറ്റ്. റൈറ്റ് ലിമിറ്റ് അറ്റ് 10 കാണണം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 10 റൈറ്റ് ലിമിറ്റ് 10ന്റെ ഗ്രേറ്റർ ദാൻ 10 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 21 ഈക്വൽ ടു ആൻസർ എന്ത് തന്നെയാണ്? 21. Again, since this function is continuous everywhere, this function is continuous at 10 also.
10ലും കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ 10ലുള്ള ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 10 ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മീനിങ് എന്താണ്? 10ലുള്ള ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 10a പ്ലസ് ബി ഈക്വൽ ടു എന്താണ്? 21. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. കഴിഞ്ഞില്ലേ പരിപാടി? ഓൾറെഡി നമ്മളൊരു ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഇവിടെ എഴുതാം. 2a പ്ലസ് ബി ഈക്വൽ ടു 5. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. എന്ത് ചെയ്താൽ മതി? 2 മൈനസ് 1, 2ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുക, വിച്ച് ഇംപ്ലൈസ് 10a മൈനസ് 2a 8a, b ക്യാൻസൽ ചെയ്ത് പോയി. 21 മൈനസ് 15 16, a ഈക്വൽ ടു എന്ത് കിട്ടി? 2. വളരെ സിമ്പിൾ അല്ലേ? ലിമിറ്റിന്റെ ഐഡിയ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ബി. അതിനുവേണ്ടി ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുക. ബി ഈക്വൽ ടു 5 മൈനസ് 2a. ശരിയാണോ? ബി ഈക്വൽ ടു 5 മൈനസ് 2a ഈക്വൽ ടു എയുടെ വാല്യൂ എന്തായിരുന്നു? 2. 5 മൈനസ് 4 ദാറ്റ് ഈസ് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എ ഈക്വൽ ടു 2 ആൻഡ് ബി ഈക്വൽ ടു 1. വളരെ സിമ്പിളാണ്, അറ്റ് ദ സെയിം ടൈം ഇമ്പോർട്ടൻറ്റുമാണ്. സോ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൽ കണ്ടിന്യൂറ്റി എന്ന പോർഷനിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 4 എപ്പിസോഡായിട്ടാണ് കണ്ടിന്യൂറ്റി എന്ന പോർഷൻ ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഈ 4ാമത്തെ എപ്പിസോഡിലാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് ഈ എപ്പിസോഡ് ഡിസ്കസ് ചെയ്തത്. കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്, ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ എപ്പോഴാണ് ഡിസ്കണ്ടിന്യൂസ് ആകുന്നത്, ഫൈനലി ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഫംഗ്ഷനിലുള്ള അൺനോണിൻ്റെ വാല്യൂസ്, ഇത്രയൊക്കെ കാര്യങ്ങളെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാലുള്ളൂ. കുറച്ച് വിശദമായി നമ്മളത് പരിചയപ്പെട്ട് കഴിഞ്ഞു. കാരണം ഇതൊരു ബേസ്മെൻ്റ് ആണ്. ഈ ബേസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തുടർന്നുള്ള കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. സോ കണ്ടിന്യൂറ്റി എന്ന പോർഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ അടുത്ത പോർഷൻ എന്താണ്? ഡിഫറൻഷ്യബിലിറ്റി. അത് പഠിക്കണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബേസ്മെന്റ് സ്ട്രോങ് ആയിരിക്കണം. എന്താണ്? കഴിഞ്ഞ വർഷം ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്ററിൽ ഡെറിവേറ്റീവ്സ് എന്ന ആശയം പഠിച്ചു, കുറെ സ്റ്റാൻഡേർഡ് ഫോർമുലാസ് പഠിച്ചു, ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചു അല്ലേ? അതൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഇനിയുള്ള പോർഷൻ ഡിഫറൻഷ്യബിലിറ്റി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പുഷ്പം പോലെ പഠിക്കാൻ സാധിക്കും. വെയിറ്റ് ചെയ്യൂ അതിനുവേണ്ടി. ടിൽ ദെൻ ബൈ ബൈ.